വെൽക്കം ബാക്ക്. നമ്മളാണെങ്കിൽ ഷാഞ്ചർ വില്ലേജിലായിരുന്നല്ലോ നമ്മൾ പറഞ്ഞത്, നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണെങ്കിൽ ഈ സിറ്റി ആയിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത സ്ഥലമാണ്. കർണാടക ബോർഡറിലുള്ള മുളയാടി എന്ന വർഗത്തിൽപ്പെട്ടവരാണിവർ. നമ്മളവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ 15 കിലോമീറ്റർ മുകളിലോട്ട് കയറിയാണ് ആ വില്ലേജ് ഇരിക്കണത്. നാട്ടിലെ മനുഷ്യരുമായി ഒരിക്കലും ഇടപെടാത്ത ഇവർ കാടിന് വെളിയിൽ വരാറില്ല. അങ്ങനെ ഞാൻ ചുമ്മാ മണാലി വരെ വന്നിരിക്കുകയാണ്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. അപ്പം എൻ്റെ കൂടെ നാട്ടിൽ നിന്ന് ഉണ്ടായിരുന്നൊരു ഫ്രണ്ടുണ്ട്. ഫ്രണ്ടിനെ കാണാനൊക്കെ ആയിട്ട് അവരുടെ പ്രോപ്പർട്ടിയിലേക്ക് വന്നിരിക്കുകയാണ് ഞാൻ. ഗ്യാസ് ഇവിടെ മണാലി തന്നെ അവർ സ്റ്റേ ചെയ്യണ. വേറെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. എല്ലാവരും ഇവിടെ തിരക്കായിട്ട് അങ്ങനെ ഇങ്ങനെ കണ്ട്. ആരിത്? ഇതാണ് എൻ്റെ ഫ്രണ്ട് അൻപ്. ഇത് നിന്റെ വീടായിരുന്നോടാ ബാസിക്കർ? നീ ഇവിടെ ഉണ്ടായിരുന്നോടാ? അപ്പോൾ ഇവളും മണാലിക്ക് ഷിഫ്റ്റ് ചെയ്ത് അടുത്താണ്. നമ്മൾ ഇത്തിരി ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു 30 കിലോമീറ്റർ അപ്പുറം ഇപ്പുറമൊക്കെ ആയിരുന്നു. നിന്റെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ രക്ഷപ്പെട്ടു എന്നാ കരുതിയത്. അപ്പം ചുമ്മാ ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ കാണാനൊക്കെ ആയിട്ട് വന്നു. അതൊന്ന് തിരക്കിട്ട കളിയിലാണ്. എന്തോ പരിപാടി? ഒറ്റക്കല്ലേ? ആര്? റീത്തയാണ് ഇവിടെ ഇരിക്കണം. മറ്റേ ഡെലുലു ആണ്. ഡെലുലു നേരെ തിരിച്ച് ഷാഞ്ചറിലേക്ക് തന്നെ പോകാനുള്ള പ്ലാനാണ്. അപ്പം അതിന് മുന്നേ ഇങ്ങനെ എല്ലാവരെയും കണ്ട് ഹായ് ബായ് ഒക്കെ പറഞ്ഞ് തിരിച്ചു പോകാനുള്ളൊരു ഹായ് ബായ് ബായ് അങ്ങനെ. അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ച് എൻ്റെ വില്ലേജിലോട്ടുള്ള യാത്ര ഞാൻ കാണിച്ചു തരാം. അത് സീനാണ്. യെസ്, അപ്പം ഇതാണ് നമ്മുടെ ലൂമോണ്ട് എന്നുള്ള പ്രോപ്പർട്ടി. നസോഗി വില്ലേജിലാണുള്ളത്. അടിപൊളി പ്രോപ്പർട്ടിയാണ്. നമ്മളെ ഓർക്കാഡ്, ലൈക്ക് ആപ്പിൾ ഓർക്കാഡ്സിന്റെ ഇടയിൽ ആപ്രിക്കോട്ട് ഉണ്ട്. ഇത് ഞാൻ കാണിച്ചതാ. ഇതൊക്കെ ആപ്പിൾ മരങ്ങളാണ്. പിന്നെ ഇത് രണ്ടും ആപ്രിക്കോട്ട്. ആൻഡ് ഇവിടുത്തെ വ്യൂ ഇസ് അമേസിങ്. അപ്പൊ അല്ല, ഈ ഉള്ളത് പറഞ്ഞാൽ മതി. യെസ്, അതാ പ്രോപ്പർട്ടി കൊള്ള അടിപൊളിയാണ്. മണാലി നസോഗി സൈഡൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നൈസ് സ്റ്റേ ആണ്. നല്ല വിത്ത്, നല്ല വ്യൂ, നല്ല ആൾക്കാർ. ഇതാണ് ഇവരുടെ റൂമൊക്കെ അടിപൊളിയാട്ടോ. നൈസാണ് റൂം സെറ്റിംഗ് ആണ് ഇവിടെ. കണ്ടോ? ഇതിൻ്റെ അകത്ത് വേറൊരു റൂമും ഉണ്ട്. നൈസ് കൊള്ളാം. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് അതാ എല്ലാം വെരി ക്ലീൻ പരിപാടികളൊക്കെ കൊള്ളാം. നൈസ്. നിങ്ങൾ മണാലി നസോഗിയൊക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. റൂംസൊക്കെ വേണമെങ്കിൽ അങ്ങനെ നമ്മളെ കോൺടാക്ട് ചെയ്യാം. എന്ത് വേണമെങ്കിലും പാക്കേജ് പരിപാടിയൊക്കെ ആണെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. യെസ്, അപ്പോൾ ഞാൻ പതിയെ ഇവിടുന്ന് വിട പറഞ്ഞ് ഷാഞ്ചറിലോട്ടാണ്. എനിക്കിനി ഇവിടുന്ന് മണാലി ബസ് സ്റ്റാൻഡ് എത്തണം. അവിടുന്ന് പിന്നെ ബസ് പിടിച്ച് പത്തിലേക്കുള്ള വരെ പോകണം. നമ്മളങ്ങനെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടി വന്നേക്കും. ഇവിടെ ആണെങ്കിൽ ഫ്രണ്ടില്ല, എന്തോ ഒരു ഓട്ടോ ആയിട്ട് കസോൾ വരെ പോയേക്കോ. സോ നമ്മൾ ജസ്റ്റ് പ്രോപ്പർട്ടി വന്ന് കയറി. പിന്നെ എനിക്ക് ഇവിടുന്ന് ഒരു പെൻ ഡ്രൈവ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പണി കാര്യങ്ങളായിട്ട് വന്നതാണ്. സോ ഇത് എടുത്തിട്ട് നേരെ നമുക്ക് ഷാഞ്ചറിലേക്ക് തന്നെ പോവാം. നല്ല നടക്കാനുണ്ട്. ഞാൻ കുറേ നടക്കാനുണ്ട് ഇവിടെ. ഞങ്ങളുടെ പ്രോപ്പർട്ടി പാട്ട് വെച്ചേക്കാണ്ട് കോപ്പിറൈറ്റ് കിട്ടും. അതാണ് വീഡിയോ സ്പീഡിൽ പോകുന്നത്. നൈസല്ലേ? നമ്മൾ മണാലിയൊക്കെയുള്ള സമയത്ത് പൊളിക്കണത് ഇവിടെയാണ്. പൊളി പ്രോപ്പർട്ടിയാണ്. അതിന് കിച്ചണാണ്. ഇത് ഓണർ ഇവിടെ ഇല്ല. എല്ലാവരും കാണിച്ചു തരായിരുന്നു. നൈസാണ്. മുകളിലോട്ടൊക്കെ കണ്ടു തരാം പരിപാടിയൊക്കെ. ഇവിടുത്തെ റൂം പിന്നെ ഇത് കുറച്ചുകൂടെ നൈസ് റൂമാണ് കേട്ടോ. നല്ല വ്യൂ ഉള്ള റൂമാണ് കേട്ടോ. സീയല്ലേ? അങ്ങനെ അപ്പം പെട്ടെന്ന് പോട്ടെ. ഇതാണ് തിരിച്ചു പോകുന്ന ഹഡിംബ ടെമ്പിളിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒടുക്കത്തെ തിരക്ക്. ഇവിടെ എന്തോ മേള നടക്കി. ഇവിടെ മുട്ട അടിപൊളി പരിപാടിയായിരുന്നു. അതുപോലെ തിരക്കാണ് ഇവിടെ. ഇന്നലെ രാത്രിയിലൂടെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് കണ്ടില്ല എന്ത് തിരക്കാ. ഇവിടുന്ന് നടന്നിറങ്ങി ഹഡിംബയുടെ അകത്തൂടെ ഒരു വഴിയുണ്ട്, ഷോർട്ട് കട്ട്. അങ്ങനെ എടുത്ത് വേണം പോവാൻ. വണ്ടിയൊക്കെ എന്ത് കഷ്ടപ്പെട്ടൊക്കെ ഇറങ്ങുന്നത്. കേറ്റത്തിൽ കൊണ്ടാ നിറച്ചിട്ട് എന്ത് സീനാണ്. ഈ ഒരു ഗ്യാപ്പ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ട്. ഫൈനലി
നമ്മളങ്ങനെ കുറച്ച് നേരത്തെ നടന്നതിന് ശേഷം മാൾ റോഡ് എത്തി. ഇതാണ് മണാലി മാൾ റോഡ്. ഇപ്പോൾ ബസ് സ്റ്റാൻഡ് അടുത്ത് തന്നെ. ഇനിയിപ്പോൾ നേരെ എൻ്റെ പത്തിലേക്കുള്ള ബസ് പിടിക്കട്ടെ. അറ്റ് ലാസ്റ്റ് നമ്മൾ മണാലി ബസ് സ്റ്റാൻഡ് എത്തി. എവിടെ 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 പത്തിലിക്കുൾ चंडीगढ़ पतलीकुल അപ്പോൾ നമ്മളങ്ങനെ ലാസ്റ്റ് പത്ലിക്കുൾ എത്തി. ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, പത്ലിക്കുൾ. ഇതാണ് പത്ലിക്കുൾ ബസ് സ്റ്റോപ്പ്. ഇതാണ് മെയിൻ ഞാൻ വന്നിറങ്ങിയ സ്ഥലമൊക്കെ ഇവിടെയാണ്. നമ്മളവിടുന്ന് നമ്മുടെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിൽ ഇവിടെ വന്നു. നമ്മൾ അത്രയ്ക്ക് ഉള്ളിലുള്ളൊരു വില്ലേജിലാണ് നമ്മുടെ താമസം. യെസ്, ഇവിടുന്നാണ് നമ്മൾ പച്ചക്കറിയും സാധനങ്ങളൊക്കെ മേടിക്കുന്നത്, ചിക്കനൊക്കെ മേടിക്കുന്നത് തന്നെ. പിന്നെ വേറൊരു കടയുണ്ട്, അല്ലാതെ മെയിനായിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് എല്ലാം മേടിക്കണം. ഇനിയിപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ വണ്ടിയിൽ പോയി. ഇല്ലെങ്കിൽ ഇപ്പോൾ ബസ്സില്ല. ലാസ്റ്റ് ബസ് എനിക്ക് തോന്നുന്നു 4 മണിക്ക് എന്തോന്ന് തോന്നുന്നു. ബസ് ഇടയ്ക്കൊക്കെ ഉള്ളൂ, 2-3 സർവീസൊക്കെ ഉള്ളൂ ഒരു ദിവസം. സോ നമ്മൾ നടന്ന് ഇനി വണ്ടി കണ്ടുപിടിക്കണം. എന്നിട്ട് ഇവിടുന്ന് പിന്നെയും ഉണ്ട് ഒരു 1 hour ഡ്രൈവ്. കയറ്റമാണ് മൊത്തം, അതുകൊണ്ടാണ്. അപ്പോൾ പയ്യെ നോക്കിയും കണ്ടും പോയില്ലെങ്കിൽ കുതാഗവ. റെഡ് ഹെൽമെറ്റ്. യെസ്, വണ്ടിയൊക്കെ അടച്ചാച്ച്. എൻ്റെ കീ ഇവിടെ എവിടെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് നോക്കട്ടെ. ചാബിയേ ഗാഡിക്ക. ഓ താങ്ക്സ്. യെസ്, കീ കിട്ടി. ഇനി നമുക്ക് യാത്ര തുടങ്ങാം. ഇതുണ്ടോ ഈ വഴി. ഞാൻ എപ്പോഴും ബൈക്കിലാണ് വന്നത്. അപ്പോൾ ബൈക്കിൽ വരുമ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഇതിപ്പോൾ സ്കൂട്ടിയിലായതുകൊണ്ട് സീനില്ല, ഒറ്റ കൈക്കാണെങ്കിൽ ഓടിക്കാം. അപ്പം വഴിയെ കാണാം. ഞാൻ ഇതിൻ്റെ മെയിൻ സ്പോട്ടുകളിൽ നിർത്തി കാണിച്ചു തരാം എങ്ങനെയാണ് അങ്ങോട്ടുള്ള യാത്രയെന്ന്. ഇപ്പം തന്നെ കാതച്ച് കുറേ നടന്ന്, ഓൾമോസ്റ്റ് ഇന്നലെ ഇന്നും കൊണ്ട് കുറേ നടന്നിട്ടുണ്ട്. നല്ലതാണ് നടക്കണത്. ഈ വണ്ടിയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര പാടാണേ. നമ്മുടെ ബൈക്കും അതുപോലെ തന്നെ കിക്കറില്ല. സ്റ്റാൻഡിൽ വെച്ചിട്ട് ചവിട്ടി എടുക്കണം, സെൻട്രൽ സ്റ്റാൻഡും ഇല്ല. അത് അതേസമയം ആക്സിലേറ്ററും കൊടുക്കുകയും വേണം. എൻ്റെ അമ്മോ, എങ്ങനെയൊക്കെയോ സ്റ്റാർട്ടാക്കി എടുത്ത് രക്ഷപ്പെട്ട് ഞാൻ ഓടിയാണ്. നിന്ന് പോയി കഴിഞ്ഞാൽ പെട്ട് ഞാൻ. അയ്യോ, ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴി കൂടെയാണ് നമ്മൾ പോണത്. ഇതിപ്പോൾ സ്കൂട്ടി ആയതുകൊണ്ട് ഞാനിങ്ങനെ ഓടിച്ചൊക്കെ വീഡിയോ എടുക്കണം. ബൈക്കന്മാർ കാരണം ഞാനിപ്പം കണ്ടിട്ട് കയറി തുടങ്ങിയിട്ടല്ല നമ്മൾ. ഇനിയുണ്ട് മോനെ. ഈ റൂട്ടിൽ പൊതുവേ ട്രാഫിക്ക് കുറവാണ്. ഇവിടെ പിന്നെ മെയിനായിട്ട് ബ്ലോക്കൊക്കെ പിന്നെ ആടില്ലേ, ആടുകളാണ് മൊത്തത്തിൽ ബ്ലോക്ക്. അതൊരു 100-500 ആട് കാണും. ആടുണ്ടെങ്കിൽ നമുക്ക് പണിയാണ്. കാറൊക്കെ ആയിട്ട് വരികയാണ് പെട്ട്. ബൈക്കാണെങ്കിൽ പിന്നെ എങ്ങനെയും കുത്തിക്കയറ്റി പോവാം. ആട് വന്നു കഴിഞ്ഞാൽ നിൽക്കണം മച്ചാനെ. അത് എവിടെയാണേലും, യൂട്യൂബിലാണേലും ജീവിതത്തിലാണേലും ആട് വട്ടം വന്നാൽ നിൽക്കണം, വെയിറ്റ് ചെയ്യണം. റിസ്കി ഷോട്ടുകളാണ്. ഞാൻ എന്ത് ഹാപ്പിയാണ് പണ്ടാരം. ഓ മോനെ, കറക്റ്റ് 6-6:30 വീടെത്തും തോന്നണം. ഞാൻ കറക്റ്റ് 5:30 വന്ന് ബസ് ഇറങ്ങിയത്. പിന്നെ വണ്ടിയെ കണ്ടുപിടിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ച് എത്തണം. ആ മുകളിലോട്ടാണ് നമ്മുടെ വില്ലേജ്. അങ്ങനെ മുകളിൽ കണ്ടോ, ആ റൈറ്റ് സൈഡ് മുകളിലാണ്. അവിടെ വരെ നമ്മൾ കയറി പോകണം. ഇങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ ഫുഡൊക്കെ വാങ്ങാനും പെട്രോൾ അടിക്കാനും ഒക്കെ പോണത്. നൈസ് ജേണിയാണ്. മറ്റേ ഇറക്കത്തിൽ പരിപാടിയൊക്കെ തീർത്ത് തിരിച്ചു വന്നണം. പിന്നെ അതിനായിട്ട് ഓടാൻ പറ്റത്തില്ല, കാരണം ഇത്ര ദൂരത്താണ് പരിപാടികൾ മൊത്തം ഉള്ളതും. ഇത് ഭയങ്കര അകത്തോട്ടുള്ളൊരു വില്ലേജാണ്. എന്നാൽ വണ്ടിയൊക്കെ ഉണ്ട്, നമുക്ക് സെറ്റാട്ടോ. പക്ഷെ ആ ഓടിച്ച് പോണതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ഒരു ഡൈവേർഷൻ വരും നമുക്ക്. നമ്മൾ വലത്തോട്ട്, ഇവിടുന്നാണ് ചുരളിപ്പാലം തുടങ്ങുന്നത്. ഇവിടെ ഒരു പാലമുണ്ട് നമുക്ക്. പാലം കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ പയ്യെ കയറ്റമാണ്. ഇനി മൊത്തം കയറ്റമാണ്. കാരണം അതല്ല, ബൈക്കായിട്ട് വരുമ്പോൾ എനിക്ക് മെയിൻ ടാസ്ക് ഇതാണ്. അതിന് സെൽഫില്ല, അപ്പം കിക്കറടിച്ചെടുക്കണം. അതിൻ്റെ കിക്കറടിക്കണ നാക്ക് എനിക്ക് കിട്ടിയതേ ഉള്ളൂ. അതിന് മുന്നേക്കാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, സെക്കൻഡിലിട്ടിട്ട്
വണ്ടി ഇങ്ങനെ ഓടിച്ചിറക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയൊക്കെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കയറ്റത്തിലെങ്ങാനും സ്റ്റോപ്പായി പോയി കഴിഞ്ഞാൽ പറയണ്ട, ഞാൻ പെട്ട്. ഒന്നത് നല്ല കനമാണ്, ബുള്ളറ്റും കൂടെ ആയതുകൊണ്ട്. ഇതിപ്പോൾ സ്കൂട്ടി ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ ഇതിങ്ങനെ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെയും പെട്ടു കേട്ടോ. ഇത് പിന്നെ ഈ കയറ്റത്തിൽ ഞാൻ മറ്റേ രീതിയിൽ ഈ സൈഡ് സ്റ്റാൻഡിലൊക്കെ വെച്ച് ഇങ്ങനെ അടിച്ച് ഓണാക്കി എടുക്കണം. അത് ഏതൊരു നാക്കിൽ ഒറ്റ അടി അടിച്ചപ്പോൾ കിട്ടി. അപ്പോൾ തന്നെ ഒരു രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് ഓടിയൊക്കെയാണ്. ആ പോക്കാടി ഈ പോക്ക്. നമ്മളപ്പോൾ കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ കയറ്റമാണ് ഇങ്ങനെ കയറി നമ്മുടെ വില്ലേജിലോട്ട് പോകുന്നത്. ബസ്സൊക്കെ വന്ന റൂട്ടാട്ടോ. ബസ്സൊക്കെ ഓടിക്കുന്നവർ സമ്മതിക്കണം. അതോ ഞാൻ അധികം സംസാരിക്കണല്ലോ. പോട്ടെ, നല്ല വലിയ വളവും കയറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ബായ്, സി യു, കാണാം. ഏതോ വില്ലേജ് ക്രോസ് ചെയ്തോണ്ടിരിക്കുക. ബറാഗ്രാനോ അങ്ങനെ എന്തോ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ട് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അങ്ങനെ നോക്കാറൊന്നുമില്ല. പോണ വഴിയാ ഒറ്റ പൊക്ക് നോക്കളയും. അപ്പോൾ ആ വില്ലേജ് കഴിഞ്ഞ് നമ്മൾ പിന്നെയും കയറിക്കൊണ്ടിരിക്കുകയാണ്. റിസ്കി ഷോട്ട്. ഇപ്പം ഇടിച്ചേരെ. നമ്മൾ നേരത്തെ താഴെ കാണിച്ചത്, താഴത്ത് ചിക്കൻ വാങ്ങുന്ന ഷോപ്പ് അവിടെ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ ഒരു ഷോപ്പുണ്ട്, അത് കഴിഞ്ഞു പോയി. ഞാൻ ക്യാമറ ഓൺ ആക്കിയത്. ഇവിടെ വന്നിട്ടൊക്കെയാണ് ചിക്കൻ വാങ്ങണത്. ഇവിടെ നിന്ന് എനിക്ക് കയറി പോകാനുണ്ട്. ഇതിപ്പോൾ എനിക്കൊന്ന് ഒരു 1/4 ഭാഗമേ ആയിട്ടുള്ളൂ. ഇനി ഒരു 3/4 ഭാഗം കൂടെ ഡ്രൈവ് ചെയ്യാനുണ്ട്. കണ്ട ഏത് മൂഡിലാണ് വണ്ടി ഓടിക്കണത്. എൻ്റെ പോലെ സൂക്ഷിച്ച് ഓടിച്ചില്ല. ഇതാ ഗവ നൈസ് റൂട്ടാ. കേട്ടോ ഒരു പുള്ളിക്കാരനെ കേട്ടോ, അത് മൊണാസ്ട്രിയിലുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. അതുപോലത്തെ ഉടുപ്പൊക്കെ ഇട്ടേക്കണം. കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ മൊണാസ്ട്രിയിലേക്കുള്ള വഴി. എന്താ ഇതിലേ പോകുമ്പോൾ എന്താണ് മൊണാസ്ട്രി? അതാ ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. കുറേ പേരുണ്ട് ഇവിടെ, നൈസാണ്. പക്ഷെ അങ്ങോട്ട് ഞാൻ പോയിട്ടില്ല. വേറൊരു സംഭവം, എനിക്കിവിടെ നിർത്തി ഈ സ്ഥലമൊക്കെ കാണിക്കണമെന്നുണ്ട്. പക്ഷെ നിർത്തി കഴിഞ്ഞ് ഈ വണ്ടി ഓഫാകും. ഓഫായാൽ ഞാൻ പിന്നെ ഒന്നേന്ന് അടിച്ചു തുടങ്ങേണ്ടി വരും. സോ ആ റിസ്ക് ഞാൻ എടുക്കുന്നില്ല. എനിക്ക് എങ്ങനെയും വീടെത്തണം. തണുപ്പ് തുടങ്ങി നൈസായിട്ട്. ഇത്ര നേരം ചെറിയ ചൂടാണ്. ഞാൻ വിയർക്കുകയൊക്കെ ചെയ്തു, നടന്നിട്ട് വിയർത്ത്. പക്ഷേ ഇപ്പം നല്ല തണുപ്പാണ്. ഇത് നൈസ് വീടാണ് കേട്ടോ. പൂവൊക്കെ വെച്ചൊക്കെ ഇവിടുന്ന് വ്യൂ ഒന്നും കാണാൻ പറ്റില്ല, കാടാണ് ഇവിടെ. സൈഡ് ഇങ്ങനെ കൂടി ഇരിക്കുക. ആപ്പിൾ തോട്ടാണ് മൊത്തം. ഇവിടെ എന്തോ ഹോം സ്റ്റേ പരിപാടി എന്തൊക്കെയുണ്ട്. കാരണം ഇവിടെ കുറേ വണ്ടികൾ എപ്പോഴും പാർക്ക് ചെയ്തിട്ടേക്കണം കാണാം. കുറേ ഗസ്റ്റുകളൊക്കെ ആയിട്ട് വന്നിട്ട്. സോ നിങ്ങൾക്ക് അറിയില്ല ഇവിടെയൊക്കെ താമസിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഞാനിത് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് വേണ്ടി ശരിയാക്കി തരാം എങ്ങനെ ഉണ്ടത്. കാരണം നമ്മളിവിടെ ഹോം സ്റ്റേ അല്ലെന്ന്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ വീടാണ്. നമ്മൾ ഫ്രണ്ട്സ് ഒരു 4 പേര് ആ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഗസ്റ്റ് പരിപാടിയൊന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അങ്ങോട്ട് തുടങ്ങിയാനെ. പക്ഷേ നിങ്ങൾക്ക് ഷാൻചർ വില്ലേജൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യണം, താമസിക്കണം എന്നൊക്കെ. കാരണം മണാലിക്കൊക്കെ മുന്നെയാണ്, ക്രൗഡൊന്നുമില്ല, ഭയങ്കര സമാധാന ശാന്തി അങ്ങനെയുള്ളൊരു പ്ലേസാണ്. എന്ന് പറഞ്ഞില്ല, എനിക്ക് മറ്റേ എക്സ്ട്രീം സമാധാനമൊക്കെ വേണമെങ്കിൽ ടോപ്പിൽ ഏതെങ്കിലും വില്ലേജ്, ഈ ഷാൻചർ തന്നെയെന്ന് ഞാൻ പറയണില്ല, അത് ടോപ്പിൽ ഏതെങ്കിലും ഒരു ആക്സസും പെട്ടെന്നങ്ങാട്ട് ഇല്ലാത്തൊരു വില്ലേജിൽ പോയാൽ ഇരിക്കുക. അവിടെ വരുമ്പോൾ സമാധാനം. അയ്യോ ഈ വളവ്. യെസ്, നമ്മൾ ഓൾമോസ്റ്റ് എത്താനായി. ഇനി ഒരു കയറ്റം കൂടെ ഉണ്ട്, ഒരു സ്ഥലം കൂടെ ഉണ്ട്. അവിടെ കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചടപടയെന്ന് വീടെത്തി. യെസ്, അങ്ങനെ കുറേ ഓടിച്ച് കയറി പോയിക്കൊണ്ടിരിക്കുക. യെസ്, ഈ കയറ്റം കഴിഞ്ഞ് വേറൊരു കയറ്റം കൂടെ ഉണ്ട്. എന്തായാലും കൊണ്ട് കുറേ കയറ്റം ഇങ്ങനെ കയറി പോകണം. പക്ഷേ ഈ വില്ലേജിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എത്തും. നമ്മുടെ വീടിൻ്റെ വാതിക്ക് വരെ വണ്ടി എത്തും. ഇപ്പം വണ്ടി ഇല്ലെങ്കിലും ഒരു ടാക്സി പിടിച്ചാണെങ്കിലും ഇങ്ങോട്ട് വരാം. പക്ഷെ വേറെ കുറേ വില്ലേജിലൊക്കെ വണ്ടി പോലും എത്തത്തില്ല. നമ്മളവിടെ വെച്ചിട്ട് നടക്കണം കുറേ. അതൊക്കെയാണ് ടാസ്ക്കായിട്ട് തോന്നല്ലോ. നടക്കണം നല്ലതാണ്, പക്ഷേ കുറേയൊക്കെ നടന്നു കഴിയുമ്പോൾ മടുക്കുമെന്നേ. പക്ഷെ ഇതൊക്കെ നടന്നു കയറാനാണ് സമ്മതിക്കണം. 15 കിലോമീറ്റർ എന്തോ ഉണ്ട്. അമ്മ രാവിലെ വല്ലതും തുടങ്ങേണ്ടി വരും നടത്തും. ഇത്രയും ടോപ്പിലെത്തി കാണിച്ചു തരാം. അത് മനസ്സിലാകണത് താഴത്ത് കാണുന്ന സ്ഥലം കണ്ടോ, അവിടെ നിന്ന് നമ്മൾ കയറി ഇത്രയും ടോപ്പിൽ വന്നേക്കണത്. ഇവിടെ ഒരു ബമ്പറുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19
എണ്ണി വേണം. ഓ അതാ ഈ കയറ്റം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ വില്ലേജാണ് ഇത് നമ്മുടെ, എങ്കിലും നമ്മുടെ വീട്. പിന്നെ ഒരു കട കൂടെ വരും, ആ കട കൂടെ കഴിഞ്ഞ് നമ്മുടെ വീടായി. ആ പറഞ്ഞ കടയെത്തി, നമ്മൾ നമ്മുടെ വീടിനോടടുത്തെത്തി. പിന്നെ ഉള്ളൊരു കട ഇതാണ്, നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ, സ്നാക്സ്, സിഗരറ്റ്സ്, ജ്യൂസ് അങ്ങനെയൊക്കെ മേടിക്കണമെങ്കിൽ ഇവിടെ ഒരു കടയുണ്ട്, ഇവിടെ വരാം. അത് തൊട്ടടുത്താണ്, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അവിടെ ഇതുപോലെ ഫുഡൊന്നും അങ്ങനെ കിട്ടത്തില്ല, മാഗി അത് ഇതൊക്കെ കിട്ടും. യെസ് ഗായ്സ്, നമ്മൾ ഓൾമോസ്റ്റ് ഈ വളവും കൂടെ കഴിഞ്ഞ് നമ്മുടെ വീടെത്തി. യെസ് യെസ് യെസ്, ഇതാണ് നമ്മുടെ വീട്. യെസ് ഈശ്വര, ഇല്ല ഞാൻ ഓഫാക്കാതെ പോകും. വ്ളോഗൊക്കെ എടുത്ത് നമ്മള് വീടെത്തി ഗായ്സ്. സ്റ്റാർട്ടാക്കാൻ ആ ഒരു കുറച്ചു നേരം പറഞ്ഞില്ല, എന്നിട്ട് ഒറ്റ അടി അടിച്ചപ്പോൾ ഒരു നാക്കിലങ്ങ് കിട്ടിയോ, അപ്പം തന്നെ തിരിച്ച് ഞാൻ എടുത്ത്. എൻ്റെ അമ്മേ, മാർക്കോ, ഇത് മാർക്കോ, നമ്മുടെ മാർക്കോ. അയ്യോ, അങ്ങനെ വീടെത്തി. മാർക്കോ എവിടെ വരുന്നിട്ട് മറ്റേ മാർച്ചു. അങ്ങനെ എന്നാടാ മാർക്കോ, മാർച്ചോ. നമ്മള് വീട്ടിലെത്തി. അപ്പം സൺഡേ പരിപാടിയൊക്കെ ഇവിടെ തുടങ്ങിയത്. നിങ്ങളപ്പോൾ അവിടെ പൊളിക്കും, ഞങ്ങളപ്പോൾ ഇവിടെ പൊളിക്കണം. ഓക്കെ ബൈ, നമുക്ക് വേറെ വീഡിയോയിൽ പിന്നെ കാണാം.